എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റർടൈൻമെൻറ്റ് കീയുടെ ഇക്കിരി റിയാക്ഷനാണ്. വേട്ടയ്യൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ നാളെ 5 മണിക്കുണ്ട്. അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ എത്തിയിട്ടുണ്ട്. അതൊന്ന് റിയാക്ഷൻ ചെയ്യണം. സത്യത്തിൽ ഞങ്ങൾ വന്നത് കൊണ്ടൻ സിനിമയുടെ ട്രെയിലർ 6 മണിക്കുണ്ട്. അതിൻ്റെ റിയാക്ഷൻ വേണ്ടിയിട്ടാണ്. ഒരുത്തിനിവിടെ തലങ്ങനെ വെട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും 6 മണി ഉണ്ടല്ലോ, നാളെ നോക്കാം. എന്തായാലും 6 മണിക്ക് സാധനം എത്തിയിട്ടില്ല. അപ്പോൾ ഇത് കിടക്കുന്ന ഒരു മുറ്റനൊരു സാധനം, അതായത് വേട്ടയ്യൻ്റെ പ്രൊമോ. അതിൽ ബെറ്റർ ഓപ്ഷൻ മനസ്സിലായോ സോങ്ങാണ് നാളെ വരുന്നത്. ശരിക്കും എന്താണെന്നുള്ളത് നാളെ മനസ്സിലാവും. പ്രൊമോ കണ്ടിട്ട് വല്ലതും മനസ്സിലാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഇത് ആളെ മനസ്സിലായോ? ഇങ്ങനെ മനസ്സിലായോ? മൈക്ക് മോഹൻ ഇനി പുറത്തിറങ്ങാൻ പറ്റാത്തത് ഇതേ പോണ് മൈക്ക് മോഹൻ. ഞാൻ എന്നിട്ട് മുടിയും നാടിയും കെട്ടിയത് രൂപൊക്കെ ഒന്ന് മാറ്റി പിടിച്ചോ. ഇത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവില്ല. അയ്യോ മനസ്സിലാവാത്തൊരു കോലേ. ഡെലിവറി പറയട്ടോ അല്ലേ? സത്യം പറയാ, മൈക്ക് മോഹൻ തന്നെയാണ്. ഞങ്ങൾ AI ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. ഇതാണ് ശരിക്കുള്ളൊരു, ഇതാണ് ശരിക്കും ഞാൻ. ഇതിങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഗോട്ട് സിനിമയുടെ റിവ്യൂല് കണ്ടത് അത് മൈക്ക് മോഹൻ AI. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്ക് ഡയലോഗ്. എന്താ പറഞ്ഞു? இதுவரைக்கும் பல பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஃபர்ஸ்ட் ஆஃப் ஆல் டைம் ഗാന്ധിയെ വേഷം പോട്ട് പാക്കറേ. അതന്നെ. അപ്പം ഞാൻ തന്നെയാണ്. അപ്പോൾ ഉറപ്പിച്ചു മൈക്ക് മോഹൻ തന്നെ. എന്തായാലും ഭീകരമായിട്ടുള്ള കമൻസ് ആവുന്നത് മൈക്ക് മോഹൻ ജിനേഷിനെ ചെയ്തിട്ടാണ് കൊണ്ടു വെച്ചതെന്നുള്ള രീതിയിൽ. ഓക്കെ, എന്തായാലും നമുക്ക് പ്രൊമോ കാണാം. ജിനേഷിന് എത്താൻ പറ്റിയിട്ടില്ല. സംഭവം എത്തും. കുറച്ച് കഴിയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ വീഡിയോസ് ഒന്നും. അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ വരുന്നത് കേട്ടോ. ഓക്കേ, അതായത് ഇത് നിങ്ങളോട് പറയുന്നതല്ല, ഇവനോട് പറയും. അന്ന് ഇറങ്ങി പൊക്കോണം. സ്ഥിരമാക്കാൻ നിൽക്കണ്ട. പ്രമാണോ? മലയാളോ? ഓ, വേട്ടനല്ലേ, വേട്ടെന്നുള്ളാൻ വന്നതല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മലയാളമാണ്, തമിഴുണ്ട്, പിന്നെ തെലുങ്കുണ്ടോ, കന്നഡ, അങ്ങനെ എന്തോ സാധനങ്ങളുണ്ട്. ദൈവമേ, ഒക്കെ ഉണ്ടോ? ഒന്നിനും കേൾക്കാം. എന്തായാലും മലയാളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, കേരള പശ്ചാത്തലത്തിലാണ് സോങ്. കാരണം നമ്മുടെ രജനികാന്ത് ഒഴികെ ബാക്കിയെല്ലാം മലയാള തനിമയിലാണ് അല്ലേ. പടത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ കണ്ടില്ലേ? പടത്തിൻ്റെ അല്ല, ഇതിൽ ഇപ്പോൾ നമ്മുടെ അനിരുദ്ധ് പക്ക മുണ്ടും ഷർട്ടുമാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട കുറേ സംഭവങ്ങൾ, അതായത് കഥകളി കണ്ടു, ആന, പിന്നെ ഒരു ഉത്സവ പ്രതീതി നൽകുന്ന ഒരു ആഘോഷ പരിപാടി രീതിയിലുള്ള ഒരു സോങ്ങാണ്. നമ്മുടെ ഹുക്കും ആ ടൈപ്പ് സാധനമല്ല, ആ ടൈപ്പല്ല. ഇതൊരു അടിച്ചുപൊളി ഒരു ആഘോഷം, ഒരു കല്യാണം, ഓണമല്ല. അപ്പോൾ ഓണത്തിന് പറ്റിയൊരു സാധനം പോലെ അതുകൂടി ആവും. ശരി കേട്ടോ. പിന്നെ മനസ്സിലായോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളം തന്നെയാണല്ലോ. നാളെ ഇറങ്ങുമ്പോൾ പറയാം മനസ്സിലാവുമല്ലേ. മനസ്സിലായോ? എന്തായാലും നമ്മുടെ ജയിലറിലെ ആ ഡയലോഗ് ഉണ്ടല്ലോ, അതങ്ങ് വമ്പ ഹിറ്റായിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? മറ്റേത് നമ്മുടെ വിനായകനോട് ചോദിക്കുന്നത്. വിനായകൻ അതിൽ മലയാളിയാണ്, അതുകൊണ്ടാണ് മലയാളത്തിലുള്ള ആ ഡയലോഗ് ഭയങ്കര ഹിറ്റായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈറ്റിൽ ഇട്ടിട്ടാണ് ഈ ഒരു ഫസ്റ്റ് സിംഗിൾ വരുന്നത്. എന്തായാലും ഒരുപാട് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് 27 വർഷത്തിന് ശേഷം മലേഷ്യ വാസുദേവൻ മരിച്ചു പോയതാണ്. പുള്ളിയുടെ വോയിസ് ചെയ്തിട്ട്. പിന്നെ വേറെ കാര്യം കേട്ടോ, ഇതിൽ ഈ ഫസ്റ്റ് സിംഗിളിൽ പെർഫോം ചെയ്യുന്നുണ്ട് ആര്? അനിരുദ്ധ്. മലേഷ്യ വാസുദേവനും പിന്നെ മലേഷ്യ വാസുദേവയുടെ മകനുണ്ട്, പിന്നെ യുഗേന്ദ്ര. ഓക്കെ, പുള്ളി രണ്ടാവരോട് പാടിയേക്കണേ. പിന്നെ യുഗേന്ദ്ര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല ആരാണ്. പിന്നെ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം കണ്ട ആൾക്കാർക്ക് അറിയാം. മറ്റേ ചെറിയ വിജയ്, ചെറിയ വിജയുടെ ഫ്രണ്ടില്ലേ, ഒരു താടിയൊക്കെ വെച്ച് ക്യാപ്പ് വെച്ച് ഓർക്കണം. പുള്ളിയാണത്. മലേഷ്യ വാസുദേവൻ എന്ന് പറഞ്ഞാൽ പഴയ ഇളയരാജയുടെ ഒക്കെ കോമ്പോ, എസ് പി ബാലസുബ്രഹ്മണ്യൻ, ഇളയരാജ, മലേഷ്യ, അങ്ങനെ ഉള്ള സിംഗറാണ്. ആള് സംഗീതമായിട്ട് കുറച്ച് കൂടുതൽ പിന്നെ അതിൻ്റെ ഒരാളാണ്. ലിറിക്ക് ചെയ്ത് സൂപ്പർ സുബു. അതാരാന്നറിയോ? ആരാ? ഹുക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ശരി. ഓക്കെ, എന്തായാലും നമുക്കിതൊന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം.
ഉം? കേട്ടോ, ആന. മലയാളം വേട്ട തുള്ളാൻ വന്ന വേട്ടേനല്ലേ നിലച്ച്? തുള്ളാൻ വന്ന വേട്ടയിനല്ലേ. ആ, പിന്നെ തമിഴുണ്ട്. തമിഴുണ്ടല്ലേ? പിന്നെ അക്കടച്ചൂടും ഉണ്ട്. അക്കടച്ചൂടും ഉണ്ടല്ലേ? അക്കടച്ചൂട് എന്ന് പറഞ്ഞാൽ ഈ തെലുങ്കാണ്. തെലുങ്ക് റെജിനയുടെ ഡയലോഗ് തന്നെ, മറ്റേ ചന്ദ്രമുഖിക്കൊക്കെ ഉള്ളത്. ആണോ? അത് ശരി. ഓക്കെ, എന്തായാലും ഒന്നും പുറത്തുനിന്നില്ല. അല്ലേ ഡാൻസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അതില്, ഡാൻസേഴ്സ് അവരൊക്കെ മലയാള വേഷത്തിൽ തന്നെയാണ്. പിന്നെ കൂറിയൊക്കെ തൊട്ടിട്ടുണ്ട്. അല്ല, ഇവർ ആ ഓണത്തിനനുസരിച്ച് ഇറക്കണയോ അത്? അങ്ങനെ അല്ല പ്ലാനിലുണ്ടാവോ? അല്ല, അങ്ങനത്തെ ഒരു സാധനമാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന് മുമ്പ് വേറെ സിംഗിൾ ഉണ്ടല്ലോ. അല്ല, ഒരു ലീക്കായൊരു പിക്ക് ഉണ്ടായിരുന്നു. പിക്ക് മാത്രമല്ല, ഒരു ചെറിയൊരു റീൽ വീഡിയോ പോലെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സോങ്ങിൻ്റെ മേക്കിങ്. അത് പക്ക ഇതുപോലെ ഡാൻസ് ഒക്കെ ചെയ്ത് മുണ്ടൊക്കെ എടുത്ത് ആ രീതിയിലുള്ള സംഭവമായിരുന്നു. അതിൽ ഒരാൾ മാത്രമാണ് കോട്ട് സൂട്ടിട്ടുള്ളത്, രജനികാന്ത്. പക്ഷെ ആദ്യത്തെ വരി എന്താ പറയണെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാവും മനസ്സിലായി. സംഗീതവുമായി കൂടുതൽ ബന്ധമുള്ള ഒരാൾ പറയൂ. അതിന്റെ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്, മനസ്സിലായിട്ടില്ല അല്ലേ? പിന്നെ അപ്പം ആള് മ്യൂസിക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതിൻ്റെ ചില ഷോർട്ട് ഫിലിംസിനൊക്കെ ആള് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പഠിച്ചിട്ടൊന്നുമില്ല അല്ലേ? ആഗ്രഹം പക്ഷെ ചെയ്യും അല്ലേ? എന്തായാലും മോശമില്ലാത്തൊരു സാധനമാണെന്ന് തോന്നുന്നു. നമുക്ക് നാളെ മനസ്സിലാവും. മനസ്സിലാവുമായിരിക്കില്ലേ? എന്തായാലും ആദ്യത്തെ വരി മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അത് മനസ്സിലായിട്ടില്ല. അത് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി നാളെ അതിൻ്റെ കൂടെ അതിൻ്റെ ലിറിക്ക് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ലിറിക്ക് അങ്ങനെ വരാറുണ്ടോ? ലിറിക്കൽ വീഡിയോ അല്ലേ അപ്പോൾ വരും. അങ്ങനെ അപ്പോൾ മനസ്സിലാവും. അപ്പോൾ മലയാളം തമിഴും തെലുങ്കൊക്കെ ഉണ്ടാവും. എന്തായാലും TJ ജ്ഞാനവേലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ഫഹദ് ഫാസിൽ, അമിതാഭ് ബച്ചൻ, രജനികാന്ത്, അങ്ങനെ വലിയ 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 ടീമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മഞ്ജു വാര്യർ നായികയായിട്ട്, രജനികാന്തിൻ്റെ ഭാര്യയായിട്ടാണെന്നുള്ളതാണ് കേട്ടത്. ഇതൊക്കെ എന്ത് വമ്പൻ സെറ്റപ്പാണ്. എന്തായാലും ഒക്ടോബർ 10 സിനിമ റിലീസിനെത്തും. നമ്മുടെ കങ്കുവ സിനിമ അല്ലേ ഒക്ടോബർ 10 വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് ഭയങ്കര ഉറപ്പായിരുന്നു ഇവർ ഒക്ടോബർ 31 പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ളത് അറിയാമായിരുന്നു. അങ്ങനെയാണ് കങ്കുവ ഒക്ടോബർ 10 വെച്ചത്. പക്ഷേ ഒക്ടോബർ 10 ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതുകൊണ്ട് മാറ്റൂലേ? അത്രയും വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന സിനിമ, എന്തായാലും ഇത്രയും വലിയ കാസ്റ്റിങ്ങിൽ വരുന്ന ഒരു സിനിമയോട് മുട്ടുന്നത് നല്ലതാണോ? അല്ല. അത് എന്തായാലും സോളോ റിലീസ് അല്ലേ? സോളോ റിലീസ് എന്തായാലും അർഹിക്കുന്നുണ്ട് കങ്കുവ. എന്തായാലും മോശമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ റിയാക്ഷനായിട്ട് വരാം. കോപ്പിറൈറ്റ് ഉണ്ടാവും കേട്ടോ. അതല്ല, നിനക്കാളായാൽ മതിയില്ലേ? ഞാനേ എപ്പോഴും പച്ചിട്ട് വരാൻ അങ്ങനെ അനുവദിക്കാത്ത ഒരാളാണ്. പക്ഷെ പച്ചിട്ടാ വന്നിട്ടുള്ളത്. മേ ബി ഇത് ഒരു കുറെ ഹോള് കാണട്ടെ ശരീരത്തിൽ. ഹോള് മാത്രമല്ല, എന്ത് താടി മാത്രം, തലയില്ല, ഒരു തല മാത്രം നിൽക്കൂ, ബാക്കിയൊക്കെ കട്ടായി പോകും. ക്രോമിലേക്ക് പച്ചിട്ട് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ഉള്ള സാധനം വേണം. എനിക്കങ്ങനെയൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഇനി പറയാനുണ്ടോ സിനിമ? അല്ല, അതിനെക്കുറിച്ച് നാളെ കംപ്ലീറ്റ് വരട്ടെ, എന്നിട്ട് പറയാം. സെറ്റപ്പ് ആവുമെന്ന് തോന്നുന്നു. ഹുക്കും പോലെ ഒന്നും ആവാൻ സാധ്യത അങ്ങനത്തെ ലിറിക്കല്ല, അങ്ങനത്തെ ഐറ്റല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അനിരുദ്ധിൻ്റെ ഒരു പൂന്തുളയാട്ടം കൂടി നമുക്ക് പ്രതീക്ഷ ഉണ്ട്. മാത്രമല്ല അനിരുദ്ധ രജനീകാന്തിൻ്റെ ആരുമാണല്ലോ. ഏത് രജനീകാന്തിൻ്റെ ബന്ധമുണ്ടല്ലോ അനിരുദ്ധ്? ഇല്ലേ? അതുണ്ട്. അറിയില്ല. അപ്പോൾ ആൾക്ക് നല്ല രീതിയിൽ ഒരുക്കി വെക്കുവാണ്. ഓക്കെ, എന്തായാലും അപ്പോൾ വീണ്ടും കാണാം. കൊണ്ടലിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടോ നോക്കണേ. അതുണ്ടെങ്കിൽ നമുക്കതും ചെയ്യാം. ബൈ. അല്ല, രജനീൻ്റെ അല്ലേ?